യേശു കർത്താവ് അവൻ്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന ചോരത്തുള്ളി പോലെയായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ പീഡാനുഭവങ്ങൾക്ക് മുൻപ് ശിഷ്യന്മാരുമായി രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ കടന്നു വന്ന, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങളും ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുവിനെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഗദശമന തോട്ടത്തിലാണ് ഇപ്പോൾ ഞാനായിരിക്കുന്നത്. ഒലിവുമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് യേശു കർത്താവ് ഈ ഗത്സമന തോട്ടത്തിൽ അന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ കാണുന്നത് ഗത്സമന തോട്ടമാണ്. ഇവിടെ നിൽക്കുന്ന ഈ ഒലിവ് വൃക്ഷങ്ങൾക്കൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. 2000-ലധികം വർഷം പഴക്കമുള്ള ഒലിവ് വൃക്ഷങ്ങളും ഇവിടെ ഉണ്ട് എന്ന് ഇവർ വ്യക്തമാക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ സഹോദരങ്ങളെ, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്നെഴുതിയിരിക്കുന്നു. യേശു കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ച, തനിക്ക് മുൻപിൽ വെളിപ്പെടുവാൻ പോകുന്ന പീഡാനുഭവങ്ങളുടെ മുൻപിൽ, കഷ്ടതയുടെ മുൻപിൽ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണമേ എന്ന് യേശു പ്രാർത്ഥിച്ച സ്ഥലം. ദ പ്ലേസ് ഓഫ് സബ്മിഷൻ, വിധേയത്വത്തിൻ്റെ സ്ഥലം, പ്രാർത്ഥനയുടെ സ്ഥലം, ഏൽപ്പിച്ചു കൊടുക്കലിൻ്റെ സ്ഥലം. യേശു കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ട കർത്താവ് യേശുവിനെ ഇവിടെ നിന്നാണ് അവർ പിടിച്ചുകൊണ്ട് പോകുന്നത്. ആ രാത്രിയിൽ നമുക്കൊരു നിമിഷം ഇവിടെ നിന്നുകൊണ്ട്, ഞാൻ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യേശു കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. ഞാൻ നിങ്ങളെ ഇതിൻ്റെ ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് ഈ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ച് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്റ്റോണ് അവരവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ്. അത് ഈ ചർച്ചിനുള്ളിലാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെയൊക്കെ അടയാളമായിട്ടാണ് ഇവർ ഇങ്ങനൊരു രൂപമുണ്ടാക്കി ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒലിവ് വൃക്ഷം കാണുന്നുണ്ടല്ലോ അല്ലേ? ഇത് അവർ പറയുന്നത് 2000-ലധികം വർഷം പഴക്കം ആ ഒലിവ് വൃക്ഷത്തിനുണ്ടെന്നാണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്ത് നിൽക്കുന്ന ഒട്ടുമുക്കാൽ മരങ്ങൾക്കും, എല്ലാമല്ല ഒട്ടുമുക്കാൽ മരങ്ങൾക്കും ആ വർഷം പഴക്കമുണ്ട്. നമുക്ക് കണ്ടാൽ അതൊരു ഒലിവ് വൃക്ഷമാണെന്ന് പോലും പറയാൻ കഴിയില്ല. അത്ര വർഷങ്ങൾ പഴക്കമുള്ള ഒരു വൃക്ഷമാണത്.